ഇതിൽ കൂടെ എന്ത് വേണം അല്ലേ? ശരിയല്ലേ? എനിക്ക് സണ്ണിയാണെങ്കിലും ഉണ്ണിയാണെങ്കിലും ഉണ്ണിയാണെങ്കിലും എല്ലാവരും എനിക്ക് ഒരു പ്രോബ്ലം. ഏതിലാണെങ്കിലും നമുക്ക് വേഷം കിട്ടണം, ചക്രം കിട്ടണം. കാരണം എന്നെയും കാത്തിരിക്കുന്ന കുറേ പാവങ്ങളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊണ്ട് കൊടുക്കണമെങ്കിൽ ചക്രം പൈസ കിട്ടുന്നത് എന്ത് പണിക്കും ഞാൻ റെഡിയാണ്. പിന്നെ ജീവിക്കാൻ പൈസ വേണ്ടേ? നമുക്ക് ഒരുപാട് പേരെ ചാരിറ്റിയിൽ സഹായിക്കണം. അതുകൊണ്ടാണ് അതല്ലേ ഞാൻ പറഞ്ഞത്. ആരോട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഏത് റോളും നമുക്ക് പറയാം. ഡോക്ടർ, വക്കീൽ, അധ്യാപകൻ അത് തന്നെ വേണമെന്നില്ല. അതെനിക്ക് താല്പര്യമില്ല. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള വേഷങ്ങൾ, ആരും ചെയ്യാൻ മടിക്കുന്ന ആ ടൈപ്പ് എന്ത് വേഷം യസ്മാ സീരീസ്. നീ യസ്മാ സീരീസ് തുടങ്ങാൻ മോനെ. ഞാൻ അതിൽ നായകനായിട്ട് വരാം. പക്ഷെ പൈസ എന്നെ തേച്ചിട്ട് പോകരുത്. ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലീഷിലും മറ്റ് നേരത്തെ പറഞ്ഞ ചില ആൾക്കാരെല്ലാം അവർ പല വേഷങ്ങളും ചെയ്ത് ഇടുമ്പം മില്യൺസ് ആൾക്കാർ കാണുകയും അതിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടുകയും ചെയ്യാൽ നമ്മളാരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലർക്ക് അസോസിയേഷൻ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. യസ്മയാണോ ആസ്മയാണോ അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമാണ്. അഭിനയം അത്രേ ഉള്ളൂ. നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഒരു എപ്പിസോഡിന്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ പോയപ്പോൾ വാഴത്തോട്ടത്തിലും കണ്ട് കിടക്കുന്ന അതല്ലേ ഉദ്ദേശിച്ചത്? അതല്ലേ അല്ല, മൊത്തം കാണാൻ ഞാൻ ഇഷ്ടമായില്ലേ? അത് ഈ നല്ല ജീവനുള്ള വീഡിയോസ് വേറെ കിടക്കുമ്പോഴത്തേക്ക് ജീവനില്ലാത്ത വീഡിയോസ് നോക്കിയിട്ട് കാര്യം. എല്ലാ വാഴക്കുഴിയിൽ കിടന്നു പോയി കണ്ടിട്ട് വല്ല കാര്യം. ഞാൻ അങ്ങനെ കാണാറില്ല എന്നല്ല. നിങ്ങൾ എന്ത് ഓപ്പണായിട്ട് വെച്ചാൽ ഞാൻ കാണുന്നു എന്ന് പറയും, പലതും കാണും. പക്ഷേ എനിക്ക് ആ അതൊന്നും എനിക്ക് അട്രാക്റ്റീവായിട്ടില്ല. നമ്മളിപ്പോൾ ഒരെണ്ണം കാണുമ്പോൾ ഏതൊരു വീഡിയോ കാണുമ്പോഴും നമുക്ക് ഒരു അട്രാക്ഷൻ വേണ്ടേ ആ ഒരു ആകർഷണയാണ്. അതാണ് അത് ഞാൻ കണ്ടെങ്കിലും നീ കണ്ട് സെഞ്ചുറി അടിച്ചിട്ടില്ലേ? ഞാൻ കണ്ടില്ല പോലെ. കണ്ടെങ്കിൽ എനിക്ക് ആകർഷണമാണ്. എനിക്കൊരു ക്ലിപ്പ് എവിടെയോ സാധാ ഓർഡിനറി ഫോട്ടോഷൂട്ടിന് എനിക്ക് താല്പര്യമില്ല. കാരണം തീം ബേസ്ഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ മണിച്ചേട്ടനൊക്കെ ഏതോ ഒരു സിനിമയിൽ ചെയ്തില്ലേ, ഈ വേടൻ്റെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ തൂവലുകളൊക്കെ വെച്ച് ഇങ്ങനെ തൂവല് വെച്ച് അമ്പും മില്ലും ഒക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ബാമ്പു ബോയ്സ് ചിലപ്പോൾ ഞാൻ അങ്ങനെ വേഷം കിട്ടിക്കുകയാണെങ്കിൽ രേണു അതുപോലെ വേഷം കിട്ടി നിങ്ങൾക്ക് എൻ്റെ തോളിലോ കടലിലോ ഒക്കെ വലിഞ്ഞു കയറിയിരിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു തീം ബേസ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ ഞാനൊരു തേനീച്ചക്കുട്ടിയിൽ നിന്ന് ഒരു തേനീച്ചക്കുട്ടിൻ്റെ അതെടുത്ത് എടുത്തിട്ട് നമ്മുടെ പൂജാ സെറിമണി ആരംഭിക്കാൻ പോവുകയാണ്. വെറും ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ.